നിങ്ങളുടെ വാർഡിലെ ഗ്രാമസഭ കഴിഞ്ഞു. അതിൽ നിങ്ങൾ പങ്കെടുത്തിരുന്നു. അവിടെ എന്തെല്ലാം ആനുകൂല്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു? ഗ്രാമസഭകളെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. അതെ, ഗ്രാമസഭകളിൽ പങ്കെടുക്കണം. അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഇതൊരു വലിയ ജനാധിപത്യ രാജ്യമാണ്. രാജ്യ വികസനത്തിനാവശ്യമായിട്ടുള്ള സാമ്പത്തികം അത് സാധാരണഗതിയിൽ ജനങ്ങളിലേക്ക് എത്തുക കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിലൂടെയാണ്. അത് ബജറ്റ് പ്രഖ്യാപനത്തിലൂടെയാണ്. അതേപോലെ തന്നെ സംസ്ഥാന വികസനത്തിന് ആവശ്യമായിട്ടുള്ളതും സംസ്ഥാന ബജറ്റിലൂടെയാണ് വകയിരുത്തുന്നത്. ഇതൊക്കെ വലിയ വലിയ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് കേന്ദ്രവും സംസ്ഥാനവും വിനിയോഗിക്കുക. അതിലുപരിയായിട്ട് ഒരു രാജ്യത്തിൻ്റെ നട്ടെല്ല് എന്ന് പറഞ്ഞാൽ പ്രാദേശിക വികസനങ്ങളാണ്. ഈ പ്രാദേശിക വികസനം സാധ്യമാകുന്നത് സംസ്ഥാന സർക്കാരുകൾ നിയോഗിച്ച പ്രാദേശിക സർക്കാരുകളിലൂടെയാണ്. പ്രാദേശിക സർക്കാരുകളായ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തുടങ്ങിയവയാണ് അവ എങ്ങനെയാണ് വികസന പ്രവർത്തനങ്ങൾ നടപ്പിൽ വരുത്തുക? അത് ഗ്രാമസഭകളിലൂടെയാണ്. ജനങ്ങളുമായിട്ട് നേരിട്ട് സമ്പർക്കം പുലർത്തുകയും ഓരോ വാർഡിൻ്റെയും ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി ക്രോഡീകരിച്ച് മുൻഗണനാ ക്രമത്തിൽ കൃത്യമായി ജനങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മുൻഗണനാ ക്രമത്തിൽ അത് നേരിട്ട് പ്രാദേശിക സർക്കാരുകൾക്ക് അയച്ചു കൊടുക്കുകയും ഈ അയച്ചു കൊടുക്കുമ്പോൾ ഈ പദ്ധതികൾ പ്രധാനമായിട്ടും ആ ഓരോ പ്രദേശത്തിൻ്റെയും വികസനത്തിന് വേണ്ടിയിട്ട് വകയിരുത്തിയിരിക്കുന്ന ബജറ്റിനകത്ത് നിന്നുകൊണ്ടുള്ള പദ്ധതികളെ നമുക്ക് ആവിഷ്കരിക്കുവാൻ കഴിയുകയുള്ളൂ. അത്തരത്തിൽ മുൻഗണനാ ക്രമത്തിലുള്ള പദ്ധതികളാണ് നടപ്പിൽ വരുത്തുക. ഇനി ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. ഈ പദ്ധതികൾ നടപ്പിൽ വരണം എന്നുണ്ടെങ്കിൽ ഓരോ വാർഡിലെയും മിനിമം 10% വോട്ടർമാരെങ്കിലും ആ ഗ്രാമസഭകളിൽ കൂടിയിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഗ്രാമവാസികൾ ഗ്രാമത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു സഭാ സംവിധാനത്തോട് പൂർണ്ണമായിട്ടും യോജിക്കുക. ഇത് നമ്മളുടെ ആവശ്യമാണ്.